ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മതം നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ കോമ്പനിയിൽ നിന്ന് വരുന്നൊക്കെ ഈ ഐറ്റാണല്ലോ. ഒരു പ്രതീക്ഷയില്ലല്ലോ ഇനി വരാലീലും ഐറ്റക്ക്. വെറുതെ എന്നല്ല എന്നെ പോത്ത് രാജേഷ് എന്നെല്ലാവരും വിളിക്കുന്നത്. ഇത്ര കിട്ടിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. ഭൂരിപക്ഷ സമൂഹങ്ങൾ അങ്ങോട്ട് താലാട്ട് പാട്ട് പാടിയൊന്നും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ഇങ്ങോട്ട് ജയിച്ചിട്ട് നിന്നിട്ട് കേട്ടെ നിങ്ങൾക്ക് വോട്ട് ഇങ്ങോട്ട് മറിച്ച് ചെയ്യുന്നു അവിടെയൊക്കെ എല്ലാവരും. അത് ചേഞ്ചാടാ പോത്തെ ഞങ്ങൾ മറ്റേ ഈ ഭൂരിപക്ഷ സമൂഹമാണ് നിങ്ങൾ എടുത്ത് കണ്ട് ചവറ്റക്കൊട്ടി കിട്ടത്. ഈ ചവിട്ടാണിക്കുറ്റി കൂടി ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനിയൊന്ന് പഠിച്ചൂടെ ചങ്ങായിയെ? ഈ സ്ഥിരം പല്ലവിനെ ഇങ്ങനെ പാടിയിട്ട് എന്താണ് ഇതിൽ കാര്യമുള്ളത്? ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത് എടുത്തുകാണ്ട് നിങ്ങളെ ശരിയാക്കി വിട്ട്. എൻ്റെ ഇതിലുള്ള ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് പാട്ട്. വരാലിയിലും ആയിട്ടൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് കരുതിയിരുന്നു. ഇതൊക്കെയാണ് വരാനുള്ളതില്ലേ? എവിടുന്ന് തന്ന കാരണം നിങ്ങൾ ഒന്ന് മാറ്റിപ്പൊടി. ഈ തോൽവിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാ ചങ്ങായിയെ. അല്ല ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ നേതാവിൻ്റെ ആൾക്കാരാണ്. ഇതൊക്കെ കേട്ടിരിക്കണ്ടല്ലോ അവിടെ കുറേ എണ്ണം. അസ പറയല്ല ഇനിയെങ്കിലും ഇനിയിപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പം അത് വരാനുള്ളത് ഇപ്പം ഇനി ഇതാണ് കുറച്ച്. ഇനി ഇതിൻ്റെ താഴത്തൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ബോധമോ രാഷ്ട്രബോധമോ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളർത്തിക്കൊണ്ടേ നിങ്ങൾ ആ പാർട്ടിയുടെ തമാസരല്ല. ആ പാർട്ടിനെ നിങ്ങളൊക്കെ പാടെ കൂടി മുച്ചൂടെ മുടിച്ചു ആകെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി വരാലിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതിട്ട് ഞങ്ങൾ എടുത്ത് കൊണ്ടുവരിങ്ങൾ. എനിക്ക് ഒരു അപേക്ഷയാണ്. കാരണം നശിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഇതുണ്ട്. ഇതൊക്കെയാണല്ലോ ഇനി വരാലതെന്ന് പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഇനിയില്ലല്ലോ. ഇനി വരാലിയിലൊരു പ്രതീക്ഷ ഉണ്ടെന്ന് എഴുതല്ലേ നമുക്ക്. ചെറുപ്പക്കാർ കുട്ടികളെ ഏതെങ്കിലും വരാണ്ടെങ്കിൽ ഐറ്റങ്ങളെ ശരിക്കും നല്ല ബുദ്ധി നല്ലത് കൊടുത്ത് കണ്ട് ഇതാക്കി കൊണ്ടുവരിങ്ങൾ. ഇങ്ങനത്തെ ഇറ്റങ്ങളൊന്നും ഇനി ഒരു തലപ്പത്തേക്കും കൊണ്ടുവരാതിരിക്കുക. ഇതാണ് കോലം പറയുന്നത്. വല്ല വിചാരത്താണ് പറഞ്ഞാൽ 4 വോട്ട് കിട്ടും. ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലതാ. നിങ്ങൾ പറയണത് കേട്ടുകാണ്ട് ഇവിടെ ഭൂരിപക്ഷ സമൂഹങ്ങൾ അങ്ങനെ ഏറ്റിയടക്കാൻ നിൽക്കുക. അപ്പോൾ നിങ്ങളതല്ലേ കരുതിയത്? ന്യൂനപക്ഷ വർഗീയതനെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷങ്ങളെ ഏറ്റിക്കാണ്ട് തോളിലേറ്റി താരാട്ട് പാട്ട് കൊണ്ടുനടക്കുന്നില്ല നിങ്ങൾ കരുതിയത് അല്ലേ? മനസ്സിലായില്ല. എന്നിട്ട് ഈ തിരിച്ചടി കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ആലോചിക്കുമ്പോഴാണ് കഷ്ടം തന്നെയാണ് ചങ്ങായിമാരെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആളുകളുണ്ടല്ലോ, കേട്ടിരിക്കാനും ആൾക്കാരുണ്ടായിരുന്നു ആലോചിക്കുമ്പോഴല്ലേ.